ഒന്നും പോയിട്ടില്ല. ഡാൻസോ അങ്ങനത്തെ വല്ല പരിപാടികൾ മേടാണെങ്കിലുള്ള വല്ല പരിപാടികൾ എടുക്കുന്നവരില്ല ഉണ്ടോ? നമുക്ക് കുറച്ചൊന്ന് മേടനങ്ങാം അല്ലേ? ജസ്റ്റ് ചെറുതായിട്ട് നിങ്ങളുടെ ഫേസിന്റെ നേരെ എന്ത് ചെയ്യാ? ഹോൾഡ് ചെയ്യാ. തിരിച്ചിട്ട് നിങ്ങളുടെ ബസ് പോവാ. ജസ്റ്റ് തോണ്ടി എവിടെയെങ്കിലും പിടിച്ചു വിചാരിക്കുക. കറക്റ്റ് ഇവിടെ കൊടുത്താൽ മതി. മക്കളെ എടുത്തോളി എടുത്തോളി. ഈ സമത്വം വിവേചനം ഒന്നല്ലേ തോന്നും? അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? സമത്വവും വിവേചന രഹിതപരമായി നിൽക്കണം എന്നുള്ളത് രണ്ടും ഒന്നല്ലേ ആർക്കും തോന്നുന്നില്ലല്ലോ. അത് എന്തുകൊണ്ടാണ്? വിവേചന ലാസ്റ്റ് ഒരാളും ആരാള് പിടിക്കാൻ കഴിയില്ല. മോൻ എത്ര വയസ്സായി? മോന് 10 വയസ്സായി. പിടിക്കുന്നത് കൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. ഇത് നൂല് ലൂസ് ചെയ്യുമ്പോഴാണ് താഴേക്ക് വരുന്നത്. നൂല് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഞാൻ ടൈറ്റായി പിടിക്കുമ്പോൾ അവിടെ നിൽക്കും. എന്തുകൊണ്ടായിരിക്കും? എങ്ങനെയാണ് അവിടെ ടൈറ്റായി പിടിക്കുമ്പോൾ നിൽക്കാൻ കാരണം? ഏത് ശക്തി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാഹനങ്ങളിൽ ബ്രേക്ക് പിടിക്കപ്പെടുക? ഹൈഡ്രോളിക്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ആത്യന്തികമായിട്ട് വീലിലും റോഡിലും ഒക്കെ ആയിട്ട് ഏത് ശക്തി ഉപയോഗപ്പെടുത്തിയിട്ടാണ്? ഏത് ഫോഴ്സ്? കർഷണ ബലം, ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഉപയോഗപ്പെടുത്തി തന്നെയാണ്. ഇവിടെ അത് ഉപയോഗപ്പെടുത്തി തന്നെയാണ്. ഇതിനുള്ളിൽ മറ്റൊന്നുമില്ല. ഇത് ചെറുതായിട്ട് ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഇത് തുറന്നതാണ്. ഇത് ഞാനത് ഉറക്കെ ഊതട്ടെ. ഒമ്പത് എത്ര വ്യത്യാസം? ഓക്കെ, തീരുമാനമായോ? ഇനിയോ എത്ര ഡിഫറൻസ്? 5. ഇതോ ഒബിറ്റാറോ? നോക്ക്. ഒരു തീരുമാനം തരാടിക്കട്ടെ. 6, 7. ആ നോക്കോ. 6 എത്ര? 4. 7 എത്ര? ശരി. എത്ര വ്യത്യാസം? എത്ര? 312 അല്ലേ? ഇൻഡോ ആർബിനോമൽ സിസ്റ്റം എന്ന് പേര് വന്നു. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് പ്ലേസ് വാല്യൂ, സ്ഥാനവില. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ സ്ഥാനം വളരെ പ്രധാനമാണ്.
ഒരിക്കലും നമ്മള് ഒറ്റ മാത്സ് എങ്ങനെ നമ്മള് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും എന്താണ് മാത്സ് അതിന്റെ ഡെഫിനിഷൻ എന്താണെന്നും നാരായണൻ സാറ് പറഞ്ഞു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ആയിരിക്കാനാണ് പേപ്പർ വായിക്കുന്നത്. പേപ്പർ വായിക്കുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് എല്ലാവരുടെ വീട്ടിലും പേപ്പർ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ഈ നാടിനെ സംബന്ധിച്ചോളം വായനശാലകളില്ലാത്ത സ്ഥലങ്ങളില്ല. അപ്പോൾ വായന ഇതിലൊരു മുഖ്യ ഘടകമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ക്യാമ്പിൽ വായനയെ പറ്റി പറഞ്ഞില്ല. അവരുടെ കൂടെ ഓണം ആഘോഷിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് ഓണക്കോടി സമ്മാനമായി നൽകുന്നതാണ്. അത് വായിച്ചപ്പോ എന്തോ ഒരു സന്തോഷമുള്ള കാര്യമായി തോന്നി. കാരണം ഓണം ആഘോഷിക്കാൻ സ്കൂളിൽ വന്ന് ഓണം ആഘോഷിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് ഓണക്കോടി സമ്മാനമായി നൽകുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ. 99.5% പേര് പറഞ്ഞത് എന്തായാലും നമുക്ക് ഈ ക്യാമ്പ് നടക്കണം. അപ്പോഴും നമുക്കൊരു സംശയം, ഒരു ദിവസം കൊണ്ട് ക്യാമ്പ് അവസാനിപ്പിച്ചാലോ എന്നുള്ളത്. അപ്പോഴും അതിന് മറുപടി പറ്റില്ല. ഈ 3 ദിവസവും നമുക്ക് ക്യാമ്പ് വേണം, ഇല്ലേ? 99.5% പേര് പറഞ്ഞത് എന്തായാലും നമുക്ക് ഈ ക്യാമ്പ് കൂടി ചെയ്യേണ്ടതുണ്ട്. ആ അർത്ഥത്തിലേക്ക് അധ്യാപനം കൂടി വലുതാവേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്കൊക്കെ ഇപ്പൊ ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. നിലവിലുള്ള സിലബസിനെ ഈ അർത്ഥത്തിലേക്ക് മാറ്റി പണിയാനുള്ള ശ്രമം അത് ആവശ്യമാണെന്ന ബോധ്യം നമുക്കും എല്ലാവർക്കും ഉണ്ടാവുന്നു. ഈ സമാപന സമ്മേളനം, ഈ അവസാനത്തെ ഈ നമ്മുടെ കൂടിയിരിക്കെ അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി രമണ മാഷെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഞങ്ങൾ രാവിലെ സംസാരിച്ചപ്പോൾ തോന്നിയൊരു കാര്യം, ഈ 3 ദിവസത്തെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ക്ലാസ്സിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ക്യാമ്പിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നിരവധി അഭിപ്രായ പ്രകടനങ്ങൾ, സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനങ്ങൾ, അതെല്ലാം വെച്ചുകൊണ്ട് ഒരു ആശയത്തിലേക്ക് നിങ്ങൾ പതുക്കെ കാര്യം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് മീനെയുള്ള തലത്തിലേക്ക് ഒരു സ്കീമും ഒരു സിലബസും തയ്യാറായിക്കൊണ്ട് അടുത്ത കൊല്ലം വളരെ വിശദമായി വളരെ ഗംഭീരമായി ഒരു ക്യാമ്പ് നടത്തുന്നതിനെ കുറിച്ചുകൂടി ഞങ്ങൾ ആലോചിക്കും എന്നൊരു വാക്കാണ് ഇവിടെ തരാറുള്ളത്. വെക്കേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ് പാക്കേജ്. കാരണം നമുക്ക് ആവശ്യമായ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ ക്യാമ്പിൽ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ആസ്ട്രോണമി ആയിക്കോട്ടെ, ഏവിയേഷൻ ആയിക്കോട്ടെ, സാഹിത്യം ആയിക്കോട്ടെ, ശാസ്ത്രമായിക്കോട്ടെ. പിന്നെ ഇവിടെ ക്ലാസ് എടുക്കുന്ന രീതികൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സംവാദങ്ങൾ, ഇത്രയും സൗകര്യത്തിന് ഇത്രയും ക്ലാസ്സും ക്യാമ്പൊക്കെ ഒരുക്കി തന്ന പീക്കിനും ഈ സ്കൂളിനോടും ഞാൻ ഒറ്റവാക്കും നന്ദി പറയുന്നു. കാര്യം എന്ന് വെച്ചാല് കുറെ ക്യാമ്പിൽ പങ്കെടുത്തുന്നുള്ള നിലയില് ടൈറ്റ് ഷെഡ്യൂൾ അല്ലായിരുന്നു. ഒരു ദിവസം കൂടിപ്പോയ 4 പ്രോഗ്രാം ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ഒരു ക്യാമ്പിൽ ഉച്ചക്ക് മുൻപ് 4, ഉച്ചക്ക് ശേഷം 4, ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾ ഉണ്ടായിരുന്നത്. ഇത് ഫ്രീ ആയിട്ട് കുറെ ടൈം ഒരു വിഷയം നമുക്ക് ഇങ്ങനെ കേട്ടിരിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പറയുന്ന ക്ലാസ് എടുക്കുന്നവർക്കും സംസാരിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ലീഗിനോട് ഷെൽഫിനോടും ഇതേപോലത്തെ ക്യാമ്പുകളിലേക്ക് ഞങ്ങൾ എല്ലാവരും ഇതേപോലെ വരും. അഭിപ്രായത്തിൽ ഓരോ ദിവസം ഒരു സെക്ഷനിലും ഔട്ട്ഡോർ ആക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരുന്നു. കാരണം എല്ലാവരും അവർ എന്റർടൈൻമെന്റ് ആക്കുകയും ചെയ്യും, എല്ലാവരും അത് അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ അതേപോലെ കിട്ടി, ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. അപ്പൊ മൊത്തത്തിൽ നല്ല ക്യാമ്പായിരുന്നു. ഇതേപോലെ ടീച്ചർ ക്യാമ്പ് നടത്തുമ്പോൾ ഞങ്ങൾ ഇനി വരും. അപ്പൊ ഇനിയുള്ള അടുത്ത ക്യാമ്പിന്റെ സെക്ഷൻ ഞങ്ങൾ വെയിറ്റിംഗാണ്. സാർമാർക്കൊക്കെ അതിന് ഒരു ബിഗ് സല്യൂട്ട്. പിന്നെ പിന്നെ എല്ലാവരും ഇവിടെ സഹായിച്ച പീക്ക് എന്ന ഈ സംഘടന ഒരുപാട് ക്യാമ്പുകൾ ഇനിയും നടത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇപ്പൊ ഇത് പറഞ്ഞു, ഇത് എന്താ പറയാ, ക്രിസ്മസ് വെക്കേഷനും അതുപോലെ തന്നെ ഈ വെക്കേഷന് അടക്കം ക്യാമ്പ് വെക്കണമെന്ന്